ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ജയ്പൂരിലെ മങ്കി ടെമ്പിൾ. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് മങ്കികളൊക്കെയാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡാണ് നമ്മൾ എപ്പിസോഡ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും. ഇതാണ് ജയ്പൂരിലെ ഗൽത്ത ഗേറ്റ്. ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കാണാം. ഇതാണ് ഗൽത്ത ഗേറ്റിൻ്റെ മെയിൻ കവാടം. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. അതിന്റെ പേര് തന്നെ ഹനുമാൻ ടെമ്പിൾ എന്നാണ്. പിന്നെ മങ്കി ടെമ്പിൾ എന്ന് പറയും. അതിലേക്ക് കിടക്കാനുള്ള എൻട്രൻസ് ആണ്. കിടക്കുന്ന അവിടെ തന്നെ ഇഷ്ടംപോലെ മങ്കികളുണ്ട്. ഉണ്ടല്ലേ? ഇവിടുന്ന് ഇനിയൊരു 3 കിലോമീറ്റർ പോകണം നമ്മളെ ഗൽത്താജി മങ്കി ടെമ്പിൾ, ഹനുമാൻ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക്. ഇതിവിടെ പശുക്കളെ വളർത്തുകയാണ്. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് പശുക്കളെ വളർത്തുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വൈക്കോലൊക്കെ നല്ല അങ്ങനെ കെട്ട് മെഷീനിൽ ജാമാക്കി ഉണ്ടാക്കി ഉഷാറാക്കിയിട്ടുണ്ടല്ലേ. അതായത് വൈക്കോൽ കെട്ടാണ് ഈ കാണുന്നത്. ഹനുമാൻ ടെമ്പിൾ. ഞാൻ ഹനുമാൻ ടെമ്പിളിന്റെ അങ്ങോട്ട് പോവുകയാണ്. ഹനുമാൻ ടെമ്പിളാ ഹനുമാൻ ടെമ്പിൾ, മങ്കി ടെമ്പിൾ എന്ന് പറയും. ഗൽത്ത ഗേറ്റ്. ഇതാണ് ഗൽത്ത ഗേറ്റ്. ഇവൻ്റെ പേര് വിഷ്ണു. ഓൻ +2കാരനാണ്. അപ്പോൾ ഇവിടുന്ന് അവിടെ പോയി തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഞാനുള്ള കരാർ. അതിന് 200 റുപ്യാണ് ഓൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൻ പറഞ്ഞ റേറ്റ് ഓക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈക്കിൽ അവിടെ കൊണ്ടുപോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ച് കുരങ്ങന്മാരെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കട്ടയൊക്കെ വിരിച്ച് പോകുമ്പോൾ തന്നെ കുരങ്ങന്മാരുണ്ട്. കട്ടയൊക്കെ വിരിച്ച് നല്ല റോഡാണ്, നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഗൈഡ് നല്ലോണം ഇംഗ്ലീഷൊക്കെ അറിയും. കാരണം അവന് ടൂറിസ്റ്റ് സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഓനെ പറഞ്ഞിരിക്കുന്ന അവിടെ മുകളിൽ ഒരു കുളമൊക്കെ ഉണ്ട്. അതായത് നാച്ചുറലായിട്ട് മലൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള ഒരു നല്ല കുളവും അവിടെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തോർത്തുമുണ്ടൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന് കുളിക്കാനുള്ള പരിപാടിയായിരുന്നു. അതറിഞ്ഞെങ്കിൽ അതൊക്കെ ചെയ്യായിരുന്നു. ഇംഗ്ലീഷുകാരൊക്കെ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു കൂടുതൽ ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഒരു യാത്ര. നമ്മളെ മലയാളികളും അതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോവാത്തത്. ഈ വഴിക്ക് നടന്നു പോകുക പറഞ്ഞാൽ നല്ല പണി തന്നെയാണ്. പക്ഷേ അങ്ങോട്ട് എത്തിക്കിട്ടാനുള്ളൂ പണി. പക്ഷെ അവിടെ തിരിച്ചു വരാൻ സുഖമാണ്. കുരങ്ങന്മാരുണ്ടല്ലോ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഈ ടാറല്ലേ, കരിങ്കല്ലിങ്ങനെ പാകിയിട്ടുള്ള ഭാഗമാണ്. ഇപ്പം നമ്മുടെ ഏകദേശം ആ സ്ഥലത്ത് എത്തിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കാണാം. അവിടെ കണ്ട് ഹനുമാൻ ടെമ്പിൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ താഴേക്ക് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ പോകണം. ഇതേപോലെ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. താമസക്കാർ കുറവാണ്, സന്ദർശകർ മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു കുളം. വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ടല്ലോ, അതാ ഒരു വെള്ളം ചാടുന്നു അവിടെ. Here so many monkeys, eh? That's why people call monkey temples. Yeah. Where is your peanut? Peanut? I have peanut. Give me. Okay, 1 minute. Now first I will take videos. No, I can try monkey on shoulder for you. Hey, 1 minute. This is a Pool for man. this Holy one. water. Maybe I can see. ഇതാണ് ആ പാറക്കെട്ടിൽ നിന്ന് വരുന്ന വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാറുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ഇത്രയും മലൻ്റെ മുകളിൽ കൊണ്ടുവന്നത്. ഇവിടെ കുറേ തുണികളൊക്കെ അലക്കിയിട്ട് ഈ കമ്പിൻ്റെ മുകളിൽ കുറേ കുടുങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടി കണ്ടില്ലേ, ഇതൊക്കെ പലവിധ തുണികളും കുടുങ്ങി കിടക്കുകയാണ്. ഇതിൻ്റെ താഴേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഗൽത്താജി അമ്പലമുള്ളത്.
ഇത് ഈ ഗൽത്താജിയിലെ ശ്രീ ഗ്യാൻ ഗോപാൽജി ക്ഷേത്രമാണ് അങ്ങ് കാണുന്നത്, ആ ദൂരെ കാണുന്നത്. ഇവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾ കുളിക്കാൻ സൗകര്യമുണ്ട്, പുരുഷന്മാർക്ക് കുളിക്കാൻ സൗകര്യമുണ്ട്. ഇങ്ങനെ താഴ്ച ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കി പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. മുമ്പ് ഇവിടെ ഗാലവ് എന്ന് പറഞ്ഞൊരു സന്യാസി താമസിച്ചിരുന്നെന്നും ഇവിടെ ധ്യാനത്തിൽ തപസ്സിരുന്നു എന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. ഇവനാണ് നമ്മുടെ വിഷ്ണു ഗൈഡ്. I don't like video. അപ്പോൾ അവനോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണം. അവൻ പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ. അവനൊരു മടിയുണ്ട്. That temple 2000 years old. Yeah. But that's why lots of people come here. They can do it here like bath, holy water. Yeah. Now it's here. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇവിടുത്തെ മലകളൊക്കെ ശ്രദ്ധിച്ചോ, നല്ല സൂപ്പർ മലകളാണ്. മരങ്ങളില്ലാത്ത മലകളാണിത്. എൻ്റെ ഗൈഡിന് ഇവിടെ കുറേ കുരങ്ങന്മാരെ പരിചയമുണ്ട്. അപ്പോൾ മുപ്പര് പരിചയമുള്ള 1-2 കുരങ്ങന്മാരെ എൻ്റെ മേത്താക്കി തരാൻ തന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കാണാം, തിരഞ്ഞു നോക്കണം മുപ്പര് കുരങ്ങനെ. Don't touch them. Hey, hey, hey. Continue, sir. Hey, नहीं खाने का नहीं. Plain कर दे.
Okay. അടിപൊളിയല്ലേ കുരങ്ങൻ? ആദ്യമായിട്ടാണ് എൻ്റെ ഒപ്പം കുരങ്ങന്മാരിങ്ങനെ നിൽക്കുന്നത്. ഇതുവരെ എൻ്റെ ഒപ്പം ഇങ്ങനെ കുരങ്ങന്മാർ നിന്നിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ മടങ്ങി പോവാണ്. ഇത് ഇവിടുന്ന് ഉള്ളൊരു കാഴ്ചയാണ്. ഇവിടെയുണ്ട് കുറച്ച് കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇഷ്ടം പോലെ ഉണ്ട് കുരങ്ങന്മാർ. ഇവിടേക്ക് അധികം ടൂറിസ്റ്റേഴ്സ് ഒന്നും വരവില്ല ഈ ഒരു ഭാഗത്തേക്ക്. കാരണം ഇവിടേക്ക് വരണമെങ്കിൽ കാറ് വരില്ല, സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു ബൈക്ക് വിളിച്ചിട്ട് തന്നെ അങ്ങോട്ട് വരണം. ഇവിടുത്തെ മലകളും പിന്നെ ഒക്കെ കാണാൻ നല്ല ഒരു പ്രത്യേക മോഡലാണ്. അപ്പോൾ തിരിച്ച് ഞാൻ ബൈക്കിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ പോകുന്ന വഴിയിലൂടെ ഒരു സൂര്യമന്ദിർ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം കൂടി ഉണ്ട്. ഇവിടെയൊക്കെ കട്ട വരച്ചേക്കുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇതിലെങ്ങനെയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൂര്യമന്ദിറിലേക്ക് എത്തും. അപ്പോൾ അതും കൂടി കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഇതാണ് ആ കാണുന്ന അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ അവൻ്റെ സ്കൂട്ടർ ഇവിടെ നിർത്തിയിട്ട് ഇതും കൂടി കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് പിന്നെ നമ്മളുടെ ജയ്പൂർ സിറ്റി നല്ല ഭംഗിയാന്ന് പറയുന്നത്. ഇവിടെ ആരൊക്കെയുണ്ട്? വിദേശികളൊക്കെ ഉണ്ട് ഇവിടെ. ഈ സൂര്യക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് ഒരു പെണ്ണുങ്ങളാണ്. ഈ പുള്ളിക്കാരത്തിയാണ് ഇതിൻ്റെ പിന്നെ കത്തിയും തലയും കഴുത്തും എന്ന് പറഞ്ഞ പോലെ എല്ലാതും പുള്ളിക്കാരത്തിയാണ്, ബാലേന്ദ്രമേനോനെ പോലെ. हिंदुस्तानी हो? കേരള. हिंदी आती है? ഇന്ത്യ, കേരള. ഐ എം ഫ്രം കേരള. This sun goddess? No, this side. No allowed. This side. Okay. The sun god and wife, son name Surya, wife name Sandhya. Surya and Sandhya. This temple 300 years old. Very old temple. I live in the temple, so Kerala this temple. ഇതാണ് സൂര്യ ടെമ്പിൾ. ഈ സൂര്യ ടെമ്പിളിൻ്റെ മുകളിൽ നിന്ന് ജയ്പൂർ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ കാണാം. ഇവിടെ നല്ല കാറ്റാണ്. പിന്നെ അങ്ങ് പിന്നെ ജയ്പൂർ സിറ്റിയാണ് ഈ കാണുന്നത്. ഈ സിറ്റിയിലുള്ള കുറേ വണ്ടികളുടെ ഓണുകളും ഇവിടുത്തെ പിന്നെ ഈ കാറ്റിൻ്റെ ഒച്ചയല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ അധികം ആളുകളും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഭാഗത്ത്. കാശ്മീരിൽ ഇതേപോലെ ഒരു ശങ്കരാചാര്യ ടെമ്പിൾ ഉണ്ട്. അതും ഇതേപോലെ മലൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം ദാൽ ലേക്കും ശ്രീനഗർ പട്ടണം മൊത്തം കാണാം. ഈ അമ്പലങ്ങൾ മൊത്തം പിന്നെ അന്ന് സന്യാസിമാരൊക്കെ അവർക്ക് സ്വന്തം തപസ് ചെയ്യാനും വേണ്ടിയിട്ട് ആളുകളില്ലാത്ത മലകൾ കൊണ്ട് ഉണ്ടാക്കിയൊക്കെയാണ് തോന്നുന്നുണ്ട്. സാധാരണ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളൊന്നും ജനങ്ങൾക്ക് പൊതുവെ ജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മലൻ്റെ മുകളിൽ കാണാം. അതൊക്കെ സാധാ നോർമൽ ലെവലിൽ തന്നെ അതൊക്കെ കാണാറ്. അമ്പലങ്ങൾ മാത്രം എങ്ങനെയുള്ളത്. നമ്മുടെ ക്യാമറയിലൊരു ലോങ് വ്യൂ കാണാം ഉണ്ടല്ലേ. ഞാനതല്ല ആലോചിക്കുന്നത്, ഇത്രയും ദൂരത്ത് മലൻ്റെ മുകളിൽ ഇത് ഉണ്ടാക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എത്ര ഉണ്ടാവും അന്നത്തെ കാലത്ത്. ഇതാണ് ജയ്പൂർ സിറ്റി, ഒരു ലോങ് വ്യൂ. ജയ്പൂരിൽ വന്നിട്ട് ഇത് കാണാതെ പോകരുത്. കാരണം ഇവിടേക്ക് കാറിൽ വരാൻ പറ്റില്ല, സ്കൂട്ടറിലോ ബൈക്കിലുള്ളൂ എന്നിട്ട് വരാൻ പറ്റുക. ഇവിടെ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ കുറച്ച് കോളേജ് കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ അവരെ നമുക്കൊന്ന് കാണാം. അവരൊപ്പം വന്നിട്ട് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. और मंकीज का ध्यान रखना, बाथरूम ढका। हाँ, तुम इससे नीचे नहीं उतरोगी, उधर देखो उधर। എൻ്റെ ഗൈഡ് വിഷ്ണു, ഓൻ +2 കാരനാണ്. അവൻ്റെ ഒപ്പം ഞാൻ തിരിച്ച് താഴേക്ക് പോവാണ്. ഈ ഒരു സൈഡ് ഭാഗത്ത് ആളുകൾ താമസമുണ്ട്. അങ്ങോട്ട് കണ്ടില്ലേ, നേരെ വന്നപ്പോൾ ആ ഗേറ്റാണ്, ഗേറ്റാണ് ആ കാണുന്നത്. ആ പിങ്ക് കളറിൽ ദൂരെ കണ്ടില്ലേ, അതാണ് ആ ഒരു ഗേറ്റ്. ഈ ഒരു സൈഡിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ കുറച്ച് ആളുകൾ താമസമുണ്ട്. അപ്പം അങ്ങനെ പോവുകയാണ് താഴത്തേക്ക്. അങ്ങനെ താഴത്തെത്തി, ഗൽത്ത ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കുന്നു.
Feed that way. ഈ നായ വന്നപ്പോൾ കുരങ്ങന്മാർ പാഞ്ഞതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് കടലുണ്ട്, അപ്പോൾ ഞാനത് കുരങ്ങന്മാർക്ക് കൊടുത്ത് തീർക്കുകയാണ്. അപ്പോൾ കടല കഴിച്ചിട്ട് കാര്യമില്ല ഇനി. Okay, finish. ഞാനിനി ഇവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ അവന് ഞാൻ 200 റുപ്യ അവൻ പറഞ്ഞിരുന്ന പോകുമ്പോൾ ഇവിടുന്ന് മുകളിൽ പോയി താഴത്ത് കൊണ്ടുവരാമെന്നുള്ള കരാറ്. പക്ഷേ ഞാൻ കുറച്ച് അവൻ അധികം കൊടുത്തിട്ടുണ്ട്. നല്ല പയ്യനായിരുന്നു, കാരണം നല്ലൊരു സൂപ്പർ കാഴ്ചയും കുരങ്ങന്മാരൊക്കെ ഇപ്പോൾ കളിക്കാനൊക്കെ ആയില്ലേ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.